അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ ഒരു വീഡിയോ ക്ലിപ്പ് അയച്ചു തന്നു. അതിലൊരു ഡോക്ടറുടെ സംസാരമാണുള്ളതെന്നാണ് പറഞ്ഞത്. അവർ ഏത് ഡോക്ടറാണെന്നോ എന്ത് ഡോക്ടറാണെന്നോ അവർ എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളതെന്നൊന്നും എനിക്കറിയില്ല. ഡോക്ടറാണെന്ന് പറയുന്നു. എനിക്ക് വീഡിയോസ് അയച്ചു തന്നു. ഏതായാലും ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു അല്പഭാഗം നിങ്ങളൊന്ന് കണ്ടു നോക്കി, എന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പലരും പറഞ്ഞു കണ്ണൊക്കെയായിരിക്കും കണക്കണം മൊയിലാര് പറഞ്ഞു സംഭവം മേലെ ഷെയ്ത്താൻ കൂടിയാണ് അറിഞ്ഞു തൽക്കാലിൻ്റെ അടി വെക്കാൻ ഒരു താക്കീട് തന്നു. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ മുഴുവൻ കാണിക്കുന്നില്ല. ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അല്പം കാണിച്ചതാണ്. സംഗതി എന്താണ്, ഇവരൊരു അവിടെ ഒരു എന്താ പറയുക, ഒരു റീല് ചെയ്യാണ് രണ്ടുപേരും. സംഗതി ഡോക്ടറുടെ പണി എന്താണ്, അതൊന്നും നമ്മുടെ വിഷയമല്ലല്ലോ. ഒരു റീല് ചെയ്യണം, ചിലപ്പോൾ ജനങ്ങളെ ബോധവൽക്കരിക്കാനായിരിക്കും. നല്ല കാര്യം, ഓക്കെ. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ മോള് പുറത്ത് നിൽക്കുന്നുണ്ട്, നീറ്റിന് വേണ്ടി ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടിയാണ്, പക്ഷേ അവൾ ഒരു താല്പര്യം കാണിക്കുന്നില്ല, ഒരുപാട് മരുന്ന് കഴിച്ചു നോക്കി എന്നിട്ടും മാറ്റമില്ല. പിന്നെ ആരോ പറഞ്ഞു ഒരു മൊയിലിയാരുടെ അടുത്ത് കൊണ്ടുപോയാൽ മാറും എന്ന് പറഞ്ഞു. മൊയിലിയാരുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ കണ്ണ് തട്ടിയതാണെന്ന് പറഞ്ഞിട്ട് ഒരു തകിട് കൊടുത്തു. ആദ്യമൊക്കെ മാറ്റമുണ്ടായി, പിന്നെ പഴയതുപോലെയായി. മൊയിലിയാർ പറഞ്ഞു ശരീരത്ത് വീണ്ടും വേറെ ഏതോ കൂടിയ ഇനാണുള്ളത്, അതുകൊണ്ട് പിന്നെയും ചികിത്സിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറുടെ അടുത്ത് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനി ഒരു മൊയിലിയാരുടെ അടുത്തും പോകണ്ട. പിന്നെന്താ പറയുന്നത്, പിന്നെ അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ്, അതായത് നിങ്ങൾ മോളോട് ചോദിച്ചിരുന്നോ നീറ്റ് പഠിക്കാൻ ഇഷ്ടമാണോ എന്ന്? നീറ്റിന് നിനക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിരുന്നോ? ഇല്ലില്ല, ഞങ്ങളുടെ ഇഷ്ടമാണെന്നാണ് വാപ്പായും ഉമ്മായും പറയുന്നത്. അപ്പോൾ നിങ്ങൾ മോളോട് ചോദിച്ചിട്ട് മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോവുക, നിങ്ങളൊരു മൊയിലിയാരുടെ അടുത്തും കൊണ്ടുപോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു റീലാണത്. സംഗതി ഏതായാലും കണ്ടപ്പോൾ വലിയ രസം തോന്നി. അതായത് ഇതിൽ വേറെ കുറ്റമൊന്നും പറയല്ല കേട്ടോ. അവരൊരു ഡോക്ടറാണ്, അവർക്ക് അവരുടേതായ അറിവുകളുണ്ട്, അവരാ കാര്യങ്ങളൊക്കെ പറയുന്നു, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. പക്ഷേ ചിലയിടങ്ങളിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം. വേറൊന്നുമല്ല, ഒരു നിഷേധ സ്വഭാവം ആ വർത്തമാനത്തിൽ നിന്നുണ്ടായി എന്നുള്ളത് എൻ്റെ തോന്നലായിരിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണേറ് എന്ന് പറയുന്നൊരു സംഗതി, അതുപോലെ തന്നെ കൂടോത്രം എന്ന് പറയുന്ന സംഗതി, ഇതൊക്കെ ഉള്ളതാണോ എന്നുള്ളൊരു സംശയം ജനങ്ങൾക്കിടയിൽ ജനിപ്പിക്കാൻ ഇത്തരം വീഡിയോസിലൂടെ സാധിക്കും എന്നുള്ളൊരു വിഷയം കൂടെയാണ്. ഇനി മൊയിലിയാരുടെ അടുത്ത് പോയാൽ എന്നിങ്ങനെ ഈ പറയുമ്പോഴേ അത് ഈ സ്ഥിരം ഒരു എന്താ പറയുക, ഇച്ചിരി ജമാഅത്ത് അല്ലെങ്കിൽ വഹാബിയൻ ഐഡിയോളജിയുള്ള ആളുകൾക്ക് പറയുന്നൊരു സംഗതി, ഒരു എന്താ പറയുക, അവരുടെ ഒരു സ്വഭാവമാണ്. അത് നമുക്കിങ്ങനെ നിഴലിച്ച് നിൽക്കും എല്ലായിടത്തും അതിങ്ങനെ പറയുമ്പോഴേ. ഇപ്പോൾ ഇത് മുസ്ലിഹക്കന്മാർ അല്ലെങ്കിൽ ഉസ്താദുമാർ മാത്രമൊന്നുമല്ല, മുജാഹിദ് വിഭാഗത്തിലൊരു പ്രബല വിഭാഗമാണ് ജിന്ന് വിഭാഗം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. ജിന്ന് വിഭാഗം, അവരെ ജിന്നൂരികൾ, വിസ്ഡം എന്നൊക്കെ വിളിക്കുന്നുണ്ട്, പല പേരിൽ അവരറിയപ്പെടുന്നുണ്ട്. അവർക്ക് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങളുണ്ട്. ജിന്നിനെ ഇറക്കാൻ, കണ്ണേറ് മാറ്റാൻ, സിഹിർ കൂടോത്രം മാറ്റി കൊടുക്കാനൊക്കെ അവർക്ക് കേന്ദ്രങ്ങൾ, അതിന് റുഖയ്യ ശർഇയ്യ നടത്തുന്ന സ്ഥലം എന്നൊക്കെയാണ് അവർ പറയാം. മന്ത്രിക്കുന്ന സ്ഥലം എന്നാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, പക്ഷേ അവർ അറബിയിലേ പറയുള്ളൂ. റുഖയ്യ ശർഇയ്യ നടത്തുന്ന സ്ഥലം. കേൾക്കുമ്പോൾ ഏതാണ്ട് വമ്പൻ സാധനം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും അല്ലേ. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഈ സിഹിറും കണ്ണേറും ഒക്കെ എനിക്ക് തോന്നുന്നു മേ ബി ഡോക്ടർ അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും കാണാത്തത് കൊണ്ടായിരിക്കാം. സിഹിർ ബാധിച്ച മാരകമായ കണ്ണേറ് പറ്റിയ ആളുകൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഗതിയൊന്നും ഒരിക്കലും ഡോക്ടർ കണ്ടിട്ടുണ്ടാവില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറയാനും ചിലപ്പോൾ ഉള്ളിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാനും സാധ്യതയില്ല കേട്ടോ. ഇപ്പോൾ ഏത് ഡോക്ടർ പരിശോധിച്ചാലും, ഏത് ഡോക്ടറുടെ അടുക്കൽ പോയാലും, ഇപ്പം ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നാലും, അല്ലെങ്കിൽ ഏത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തോ കൗൺസിലിങ്ങിന് പോയാലും സിഹിറും കണ്ണേറും മാറൂല. ഈ സംഗതികളൊന്നും മാറ്റാൻ അവരെ കൊണ്ട് പറ്റേയില്ല. അപ്പോൾ ഞാൻ ഈ തെറ്റിദ്ധാരണ നീക്കാൻ വേണ്ടിയിട്ട് അറിവില്ലാത്ത ആളുകളിലേക്ക് 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. ഇതൊരു അന്ധവിശ്വാസമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലേ, ഇല്ലേ? ഒരുപാട് ആളുകളുണ്ട്. ഇതൊരു സിഹിർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂടോത്രം എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമാണ്. അല്ല, അന്ധവിശ്വാസമല്ല. അതിൻ്റെ പേരിൽ കുറേ അന്ധവിശ്വാസങ്ങളുണ്ട്, അത് നമ്മുടെ ഭാഗമല്ല, അതൊക്കെ മാറ്റി നിർത്തിയേക്കണം. സിഹിർ യാഥാർത്ഥ്യമാണ്, കണ്ണേറ് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാം. ഇമാം ബുഖാരി മുസ്ലിമൊക്കെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അൽ ഐനു ഹഖ്ഖുൻ, നിശ്ചയം കണ്ണേറെന്ന് പറഞ്ഞാൽ സത്യമാണ്. കണ്ണേറെന്ന് പറഞ്ഞാൽ സത്യമാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹുവിൻ്റെ വിധിയെ വല്ലതിനും മാറ്റിമറിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അത് കണ്ണേറിനായിരുന്നേനെ. പക്ഷെ അള്ളാഹിൻ്റെ വിധിയൊന്നും മാറ്റിമറിക്കില്ല. അത്രമേൽ പവർഫുള്ളാന്നാണ് പറയണത് കണ്ണേർ, ഇല്ലേ? അത്ര പവർഫുള്ള സംഗതിയാണ് ഈ കണ്ണേറെന്ന് പറയണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബിയോട് പറയും, ആയിഷ
കണ്ണേറ് ബാധിച്ചിട്ടുണ്ട്, മന്ത്രിച്ചു തരണം. ആയിഷ ബീവി മന്ത്രിച്ചു കൊടുക്കുമായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? കണ്ണേറ് സംഭവിച്ചതിൻ്റെ പേരിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കണ്ണേറ് ബാധിച്ചു കഴിഞ്ഞാൽ ചൊല്ലാനുള്ള ദിക്ർ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ണേറിൽ നിന്ന് കാവൽ തേടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്, മന്ത്രിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഒരു സ്വഹാബിയുടെ ചരിത്രം, ഒരു ഹദീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു സ്വഹാബിങ്ങനെ വസ്ത്രമൊക്കെ ഇങ്ങനെ അഴിച്ചു വെക്കുമ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞു, എന്തൊരു ബോഡിയാടോ. അത് കേട്ട മാത്രമല്ല ആ മനുഷ്യൻ ബോധം കെട്ട് വീണു, കണ്ണീർ തട്ടിയതാണ്. ഈ സംഭവമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹദീസിലുള്ള കാര്യമാണ്. കണ്ണേറ് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആ കണ്ണേറിൻ്റെ പ്രയാസങ്ങൾ നീക്കാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കൊണ്ടും ഒരു സൈക്യാട്രിസ്റ്റിനെ കൊണ്ടും ഒരു ഡോക്ടറെ കൊണ്ടും ഇമ്പോസിബിളാണ്. മേ ബി അദ്ദേഹം ആ ഡോക്ടർ അള്ളാഹുവിൻ്റെ ദീനിൽ പ്രാവീണ്യമുള്ള, അല്ലെങ്കിൽ ഖുർആൻ അറിയുന്ന, അള്ളാഹുവിൻ്റെ ദീനറിയുന്ന, അധികാരങ്ങൾ അറിയുന്ന, പരിശുദ്ധമായ ദീനിൻ്റെ വിധിവിലക്കുകൾ അറിയുന്ന ആളാണെങ്കിലൊക്കെ അയാൾക്ക് ചിലപ്പോൾ ഇസ്ലാമികപരമായ മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയുമായിരിക്കാം. അങ്ങനെയാണെങ്കിലൊക്കെ അല്ലാത്തൊരു കേവലം ഭൗതികവാദിയായ ഒരു ഡോക്ടർക്ക് ഈ വിഷയങ്ങളൊന്നും ടച്ച് ചെയ്യാൻ പോലും കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി സിഹർ, കൂടോത്രം, അത് വളരെ ഗൗരവമാണ്. അതിനിപ്പോൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്ക് കാണാം, വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ സിഹ്ർ എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്ത് ഇല്ലേ? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്താണ് ഈ കൂടോത്രം ഇങ്ങനെ വ്യാപിക്കുന്നത്. സുലൈമാൻ നബി വഫാത്തായപ്പോൾ എന്ത് ചെയ്തു? ഈ ജൂതന്മാരോട് പിശാചുക്കൾ അടിച്ചു വിടുന്നൊരു ഡയലോഗുണ്ട്. സുലൈമാൻ ഈ അധികാരമൊക്കെ നേടിയത് കൂടോത്രം കൊണ്ടാണ്, സിഹർ കൊണ്ടാണ്. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു. എൻ്റെ സുലൈമാൻ വഴിതെറ്റിയിട്ടില്ല കേട്ടോ, ഈ ശൈത്താന്മാരാണ് വഴിപിഴച്ചു പോയത്. യുഅല്ലിമൂന അന്നാസ സിഹ്ർ, ഈ പിശാചുക്കൾ ജനങ്ങളെ കൂടോത്രം പഠിപ്പിച്ചു. അപ്പോൾ കൂടോത്രം എന്ന് പറയുന്ന സംഗതി ഉണ്ട് എന്ന് ഖുർആനാണ് പറയുന്നത്. വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് വമാറൂത്ത്. അള്ളാഹ് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് 2 മലക്കുകൾ ഇറക്കി. അവർ സ്വാമിമാരുടെ വേഷത്തിൽ ബാബിലോണിയ മാർക്കറ്റിൽ സിഹിറിൻ്റെ സാധനങ്ങൾ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അവരുടെ പേര് ഹാറൂത്ത് മാറൂത്ത് എന്നാണ്. 2 മലക്കുകളാണ്. ജനങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹ് ഇറക്കിയതാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. അവരുടെ അടുക്കൽ സാധനങ്ങൾ മേടിക്കാൻ വരുമ്പോൾ അവർ പറയും, മക്കളെ ഇത് പ്രശ്നമാട്ടോ, നിങ്ങൾ കുഴപ്പത്തിൽ ചെന്ന് ചാടണ്ട, നിങ്ങൾ സിഹർ ചെയ്യണ്ട, ഞങ്ങൾ നിങ്ങൾക്കുള്ള പരീക്ഷണമാണെന്നൊക്കെ അവർ പറയുമ്പോഴും അവർ പറയും, നിങ്ങൾ കച്ചവടത്തിന് വന്നല്ലേ, ആ പണി നോക്ക് ബായി, നമ്മളിട്ട് ഇടങ്ങേറാക്കല്ലേ, നമുക്ക് സാധനം തന്നാൽ മതി ബായി അല്ലേ? ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി. അവിടെ ഏറ്റവും കൂടുതൽ വിറ്റുപോയ സിഹറിൻ്റെ സാധനം ഏതാണെന്നറിയോ? ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന സാധനങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ജൂതന്മാർ അന്നിങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ സുന്ദരിയായ പെണ്ണിനെ കാണും. ആ പെണ്ണിനോടൊരു മോഹം തോന്നും. അപ്പോഴാണ് അറിയണത് അവൾ കല്യാണം കഴിഞ്ഞതാണെന്ന്. ഉടൻ തന്നെ അവളെയും കെട്ടിയോനെയും തമ്മിൽ തെറ്റിച്ചിട്ട് ആ പെണ്ണിനെ സ്വന്തമാക്കാനുള്ള പരിപാടികൾ നോക്കും. അപ്പോൾ അങ്ങനെ അന്ന് അത്രമേൽ വലിയ സിഹറുകൾ നടന്നിരുന്നു. പക്ഷെ അള്ളാഹ് പറയുന്നൊരു സംഗതി ഉണ്ട്, വമാ ഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹ് ഉദ്ദേശിക്കാതെ ഒരു സിഹറും ഒരു കൂടോത്രവും ഒരു കണ്ണീറും ഫലിക്കൂല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അല്ലേ? എന്നാൽ അള്ളാഹ് ഉദ്ദേശിച്ചാൽ ഫലിക്കും. ഒരാൾ സിഹർ ചെയ്തത് കൊണ്ട് മാത്രം ഫലിക്കുമോ? ഇല്ല. സിഹറിന് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടോ? ഇല്ല. സിഹറിന് സ്വന്തമായിട്ടൊരു കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ച് നമ്മൾ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകില്ല അല്ലേ? സിഹറിന് സ്വന്തമായിട്ടൊരു ഉപദ്രവം ചെയ്യാൻ പറ്റൂല, ഉപകാരവും ചെയ്യാൻ പറ്റൂല. ഇതൊക്കെ ചെയ്യുന്നവൻ റബ്ബാണ്. സിഹർ ഒരു കാരണമാണ്. അപ്പോൾ സിഹർ കൊണ്ട്, കണ്ണീർ കൊണ്ട് പല പ്രയാസങ്ങളും ഉണ്ടാവും. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പോലെ വലിയ മഹാരഥന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യനെ കൊല്ലാൻ പോലും സിഹർ കൊണ്ട് പറ്റും എന്നാണ്. അപ്പോൾ ചോദിക്കുക ചില ആളുകൾ, എന്നാൽ പിന്നെ ഫലസ്തീനികൾക്ക് ഇസ്രായേലിനെതിരെ സിഹർ ചെയ്താൽ പോരെ എന്നാണ്. എൻ്റെ നല്ല നല്ല മക്കളെ, ഈ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുട്ടികളെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചു പോകാൻ. എടോ, സിഹർ ചെയ്താൽ ഈമാൻ ഉയർന്നു പോകും. ഒരു മുസ്ലിം സിഹർ ചെയ്യൂല. സിഹർ വൻകുറ്റാണ്. പിന്നല്ലേ ഇസ്രായേലിനെതിരെ സിഹർ ചെയ്യാൻ പറയുന്നത്? ഇനി സിഹർ ചെയ്താലും ഫലിക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കണം. പിന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്, അതുണ്ടാകും. വലനബുൽവന്നക്കും, തീർച്ചയായും നിങ്ങളെ പരീക്ഷിക്കും എന്നാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ സിഹർ യാഥാർത്ഥ്യമാണ്, കണ്ണീർ യാഥാർത്ഥ്യമാണ്. ഇനി പറയട്ടെ, എല്ലാം സിഹറാണോ? ചില ആളുകളുണ്ട്, ഒരു തലവേദന വന്നാലും ആരാണ്ട് ഏതാണ്ട് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ആളുകളായിട്ട് മാറാനും പാടില്ല. പിന്നെ എല്ലാം കാണുന്നതൊക്കെ സിഹറായിട്ട് പറയരുത്. സിഹർ ശിഫയാക്കാൻ അല്ലെങ്കിൽ ഇത് മാറ്റാനിരിക്കുന്ന, അതിന് ചികിത്സിക്കാനിരിക്കുന്ന 100 ആളുകളിൽ മേ ബി ഒരു 90 ആളുകളും കള്ളന്മാരായിരിക്കും.
അതിനിപ്പോൾ തലകെട്ട് കെട്ടിയാലും ശരി ഇല്ലെങ്കിലും ശരി, കാരണം ഇത് ജീവിതോപാധിയായി കൊണ്ടു നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പൈസയ്ക്ക് വേണ്ടി പലതും പറയുന്ന ആളുകളുണ്ട്, പെട്ടുപോകരുത്. അപ്പോൾ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പ് നല്ല ആലിമ്യങ്ങളോട് ചോദിച്ചിട്ട് മാത്രം നല്ല സ്ഥലങ്ങളിൽ മാത്രം പോവാം. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നേരത്തെ ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ചില ആളുകൾ ഇങ്ങനെ അഭിനയിച്ച് കിടക്കുന്നവരുണ്ടാകും. അവർക്ക് ചിലപ്പോൾ സിഹർ അല്ലെങ്കിൽ അവരെ നല്ല ചികിത്സയ്ക്ക് കൊണ്ടുവരും. ഇപ്പോൾ എൻ്റെ മുമ്പിൽ അങ്ങനെ ചില കൗൺസിലിങ്ങിന് ആളുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സിഹർ കണ്ണേർ പോലുള്ള സംഗതികളെ മാറ്റാൻ ഒരു കൗൺസിലറെ കൊണ്ടും പറ്റില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലായോ? അപ്പോൾ കണ്ണേറാകട്ടെ സിഹറാകട്ടെ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഹക്കാണ്. പിന്നെ ഡോക്ടേഴ്സ് എല്ലാവരും ഡോക്ടേഴ്സിൻ്റെ പണിയെടുക്കുക, മറ്റുള്ള ആളുകൾ അവരവരുടേതായ പണികൾ എടുക്കട്ടെ, അല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെല്ലാവരുടെയും ജീവിതം മനോഹരാക്കട്ടെ. ആരും കുറ്റം പറഞ്ഞതല്ല കേട്ടോ. നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു തെറ്റിദ്ധാരണയ്ക്ക് ചെറിയൊരു ഉത്തരമാണ്. ഇതിൻ്റെ വിശാലമായി നമുക്ക് പറയാനുണ്ട്, അതിനൊന്നും സമയമില്ല. ഇപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്, മുത്തുനബിക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ മുത്തുനബിക്ക് സിഹർ ബാധിച്ചതിലൂടെ നമുക്കും ബാധിക്കുമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? സിഹർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ അകത്തേക്ക് കയറുമ്പോൾ ചില പ്രയാസങ്ങൾ, ചില മറവികൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സിഹർ ചെയ്തവൻ ഖുറൈശികൾ ചെയ്യിപ്പിച്ചതാണ്. ആ ചെയ്തവൻ്റെ പേര് ലബീദ് ഇബ്നുൽ അഅ്സം അൽ യഹൂദി, അല്ലേ? അൽ-ലഈൻ, ശപിക്കപ്പെട്ടവനാണ്. ശപിക്കപ്പെട്ട ലബീദ് ഇബ്നുൽ അഅ്സം എന്ന് പറയുന്ന ജൂതനായ മനുഷ്യനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. അവനും അവൻ്റെ പെൺമക്കളും കൂടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ സിഹർ ചെയ്തത്. ആ സിഹർ ബാത്തിലാക്കാനാണ് സൂറത്തുൽ ഫലക്കും നാസും ഇറങ്ങിയത്, അല്ലേ? വമിൻ ശർരിൻ നഫ്ഫാസാത്തി ഫിൽ ഉഖദ്, നമ്മൾ ഓതുന്നില്ലേ, കെട്ടുകളിൽ ഊതുന്ന പെണ്ണുങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന്. അപ്പം അന്ന് ആ ഊതിയ കെട്ടുകളിൽ ഊതി മന്ത്രിച്ച സിഹർ ചെയ്ത പെണ്ണുങ്ങളുണ്ടായിരുന്നു. സിഹറിൻ്റെ മന്ത്രാട്ടോ, നല്ല മന്ത്രങ്ങളെക്കുറിച്ചല്ലേ പറയണത്. അപ്പോൾ അങ്ങനെയൊക്കെ സിഹർ സംഭവിച്ചിട്ടുണ്ട്. മുത്തുനബിക്കും സിഹർ ബാധിച്ചിട്ടുണ്ട്. സിഹർ യാഥാർത്ഥ്യമാണ്, കണ്ണേർ യാഥാർത്ഥ്യമാണ്. ഹക്ക് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.